വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. പൗലോസിന്റെ ഒരു മിഷണറി യാത്രയിൽ വെച്ച് വലിയ പ്രതിസന്ധികൾ താൻ നേരിടാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് തന്നോട് നിരന്തരം സംസാരിച്ചപ്പോൾ ആ കപ്പൽ നിയന്ത്രിക്കുന്നവരോട് താൻ ഇത് പങ്കുവെച്ച ആ സമയത്ത് അവരാരും പൗലോസിനെ ശ്രദ്ധിച്ചില്ല. ഈ കപ്പൽ ശാന്തമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ വലിയ കാറ്റടിക്കുന്നു. ഈശാനമൂലൻ ഈ കപ്പലിനെ തകർത്ത് കളയേണ്ടതിനു വേണ്ടി, അഥവാ ഈ കപ്പലിനകത്ത് യാത്ര ചെയ്യുന്ന പൗലോസിന്റെ ജീവിതത്തെ താറുമാറാക്കി കളയേണ്ടതിനു വേണ്ടി ഒരു വലിയ ഈശാനമൂലൻ ആഞ്ഞടിക്കുകയാണ്. വളരെ സമയം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ കപ്പൽ കരയോട് അടുക്കേണ്ട സമയമായി എത്തിയിട്ടും കരയോട് അടുക്കാതിരിക്കുമ്പോൾ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ ഒന്നും കാണാൻ കഴിയാതെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ആശകളും എല്ലാം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ പൗലോസ് നിൽക്കുകയാണ്. എന്നാൽ ഈ ജനത്തെ ധൈര്യപ്പെടുത്തേണ്ടതിനു വേണ്ടി, ഉറപ്പിക്കേണ്ടതിനു വേണ്ടി, താൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അവർക്കൊരിക്കൽ കൂടി വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിനു വേണ്ടി പൗലോസ് അവരോട് പറയുക, സഹോദരന്മാരെ, ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, എന്നോട് അരുളി ചെയ്ത പോലെ തന്നെ സംഭവിക്കുന്നു. ജീവിതത്തിലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം നഷ്ടപ്പെട്ട് ചാരമായി പോകുമ്പോഴും ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തുവാനുള്ളത്. ദൈവം എന്ത് നമ്മോട് സംസാരിച്ചിട്ടുണ്ടോ, ദൈവം എന്ത് സ്വപ്നങ്ങൾ, എന്താശ, എന്താഗ്രഹം നമ്മുടെ ഉള്ളിൽ നൽകി തന്നിട്ടുണ്ടോ, അത് മാത്രമേ സംഭവിക്കൂ. ഈശാനുമൂലൻ ആഞ്ഞടിച്ചാലും, തിരമാലകൾ ഉയർന്നു വന്നാലും, വെല്ലുവിളികൾ ഒരുപാട് നമ്മെ മുക്കിക്കളയത്തക്ക വിധത്തിൽ എഴുന്നേറ്റാലും ഒരു കാര്യം തീർച്ച, ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ച് ധൈര്യപ്പെട്ട് ആര് കാത്തിരിക്കുന്നോ അവർക്ക് വേണ്ടി അസാധാരണമായ ദൈവപ്രവൃത്തികളായി ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതോ കേൾക്കുന്നതോ അതിനപ്പുറത്ത് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ ഒന്ന് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക.